ഹായ് ഓൾ, എല്ലാവർക്കും യൂണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ മിഷൻ HSIയുടെ ഭാഗമായിട്ടുള്ള കേരള റിനൈസൻസിലെ നമ്മുടെ റിനൈസൻസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ചാന്നാർ ലഹള അഥവാ ചാന്നാർ റിവോൾട്ടിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോക്കാം. ചാന്നാർ റിവോൾട്ട്. ഫസ്റ്റ് ചാന്നാർ റിവോൾട്ട് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1822. അപ്പോൾ നമ്മൾ ചാന്നാർ ലഹളയ്ക്ക് കേട്ടിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് 1859 കോമൺ ആയിട്ട് കേൾക്കുന്നത്. പക്ഷേ എന്നാൽ ചാന്നാർ റിവോൾട്ടിൻ്റെ ആദ്യത്തെ ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് 1822. അപ്പോൾ ആ ഒരു ഇയറും കൂടെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഫസ്റ്റ് ചാന്നാർ റിവോൾട്ട് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1822. 1822 ഒന്നാം ചാന്നാർ ലഹള എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. ഇനി 1859 ജനുവരി 4 ചാന്നാർ കലാപം ആരംഭിക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ 1859 കണക്ക് പറയുമ്പോൾ ചാന്നാർ ലഹള ആരംഭിക്കുന്നതായിട്ട് പറയുന്നത് 1859 ജനുവരി 4. 1859 ജനുവരി 4. ദെൻ ചിന്നൻ നാടാർ വാസ് ദ ലീഡർ ഓഫ് ചാന്നാർ റിവോൾട്ട്. ഈ ഒരു ചാന്നാർ കലാപത്തിൻ്റെ ലീഡർ അല്ലെങ്കിൽ നേതാവ് എന്ന് പറയുന്ന വ്യക്തി, ഒരു വ്യക്തിയെ നമ്മൾ പറഞ്ഞാൽ ചിന്നൻ നാടാർ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ചാന്നാർ കലാപത്തിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. ദ ചാന്നാർ റിവോൾട്ട് വാസ് വൺ ഓഫ് ദ ഏർലി ബാറ്റിൽസ് അഗൻസ്റ്റ് കാസ്റ്റ് ഓപ്രഷൻ ഇൻ കേരള. ജാതീയപരമായിട്ടുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ കേരളത്തിൽ ഉയർന്നു വന്ന ഒരു പ്രക്ഷോഭമായിരുന്നു ചാന്നാർ ലഹള എന്ന് പറയുന്നത്, അല്ലേ? ജാതീയമായ വേർതിരിവുകൾക്കെതിരെയും അടിച്ചമർത്തലുകൾക്കെതിരെയും നമ്മുടെ കേരളത്തിൽ ഉയർന്നു വന്ന ഒരു പ്രക്ഷോഭമായിരുന്നു ചാന്നാർ റിവോൾട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റു പേരുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ചാന്നാർ ലഹള എന്നോ ചാന്നാർ റിവോൾട്ട് എന്നോ ചോദിക്കാം. അതുപോലെ തന്നെ ഇതിനെ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് മേൽമുണ്ട് സമരം, മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം, ശീലവഴക്ക്, മേൽശീല കലാപം. ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ചാന്നാർ റിവോൾട്ട് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ചാന്നാർ ലഹള, ചാന്നാർ റിവോൾട്ട്, മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം, ശീലവഴക്ക്, മേൽശീല കലാപം എന്നൊക്കെ ചോദിച്ചാലും അത് ചാന്നാർ റിവോൾട്ട് തന്നെയാണ്. ഇത് നടക്കുന്നത് നമ്മുടെ സദേൺ ട്രാവൻകൂറിലാണ്, തെക്കൻ തിരുവിതാംകൂറിലാണ് ചാന്നാർ ലഹള നടക്കുന്നത് എന്നും കൂടി ഓർത്തിരിക്കുക. ചാന്നാർ റിവോൾട്ട് വാസ് ദ റൈറ്റ് ഓഫ് ചാന്നാർ വിമൺ ടു കവർ ദെയർ ബ്രസ്റ്റ് ലൈക്ക് അതർ അപ്പർ ക്ലാസ് വിമൺ. മറ്റുള്ള അപ്പർ ക്ലാസ് സ്ത്രീകളെ പോലെ തന്നെ മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് ചാന്നാർ സ്ത്രീകൾ നടത്തിയ കലാപമായിരുന്നു എന്ത്, ചാന്നാർ ലഹള, അല്ലേ? അന്നത്തെ കാലത്ത് സമൂഹത്തിൽ ഉയർന്ന ജാതിക്കാരെന്ന് മുദ്ര കുത്തിയവർക്ക് മാത്രമായിരുന്നു മാറുമറയ്ക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി താഴ്ന്ന വിഭാഗക്കാർക്കൊന്നും തന്നെ മാറുമറയ്ക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെതിരെ ചാന്നാർ സ്ത്രീകൾ പോരാടിയതാണ്, ഒരു പ്രക്ഷോഭമാണ് ചാന്നാർ റിവോൾട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഈ ചാന്നാർ ലഹള എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ചാന്നാർ ലഹള അവരേത് വിഭാഗക്കാരായിരുന്നു എന്ന് ചോദിച്ചാൽ നാടാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഈ ചാന്നാർ ലഹള നടത്തിയിരുന്നത്. അവർ തന്നെയാണ് ചാന്നാർമാരെന്നും അറിയപ്പെട്ടിരുന്നത്. നാടാന്മാരെന്നോ ചാന്നാർമാരെന്നോ ചോദിക്കാം. അപ്പോൾ ഏത് വിഭാഗക്കാരാണ് ചാന്നാർ ലഹളയ്ക്ക് മുൻകൈ എടുത്തതെന്ന് ചോദിച്ചാൽ അത് നാടാന്മാരാണ്. 1926 വരെ നാടാന്മാർ തന്നെയാണ് ചാന്നാർസ് എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ചാന്നാർ ലഹളയ്ക്ക് മുൻകൈ എടുത്ത ജാതി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് നാടാർ വിഭാഗമാണെന്ന് ഓർത്തിരിക്കുക. ദ റിവോൾട്ട് ബ്രോക്ക് ഔട്ട് ഇൻ മെനി ഏരിയാസ് ആൻഡ് ദ മേജർ അമംഗ് ദം വെയർ നെയ്യാറ്റിങ്കര, തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് ആൻഡ് ഇരിണിയൽ. അപ്പോൾ നമ്മുടെ സദേൺ ട്രാവൻകൂറിലാണ് ചാന്നാർ ലഹള നടന്നതെന്ന് പറഞ്ഞു. അതിൽ പ്രധാനമായും ഈ ചാന്നാർ ലഹള നടന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നെയ്യാറ്റിൻകര, തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് ആൻഡ് ഇരിണിയൽ. അപ്പോൾ ഏതൊക്കെയാണ്? നെയ്യാറ്റിൻകര, തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്, ഇരിണിയൽ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ചാന്നാർ റിവോൾട്ട് നടന്നത്. The Diwan of Travancore, Colonel Munro proclaimed that all those women who embraced Christianity could wear blouse but were restricted to wear മേൽമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തെ നമ്മുടെ തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോ ഒരു നയം മുന്നോട്ട് വയ്ക്കുകയാണ്. ക്രിസ്തു മതത്തിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് എന്തിനുള്ള അവകാശം തരാം? ആ മാറുമറയ്ക്കാൻ അല്ലെങ്കിൽ ബ്ലൗസ് ധരിക്കാനുള്ള അനുവാദം തരാമെന്ന് ആര് പറയുന്നു? അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോ പറയുകയാണ്. അപ്പോൾ ഈ ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നവർക്ക് മാത്രമേ ഈ ഒരു അനുമതി ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ പക്ഷേ അവർക്ക് എന്ത് ചെയ്യാനുള്ള അനുമതി ഇല്ലായിരുന്നു. മേൽമുണ്ട് ധരിക്കാൻ, ഷോള് പോലെ മേൽമുണ്ട് ധരിക്കാനുള്ള അനുവാദമില്ല, പക്ഷെ ബ്ലൗസ് ധരിക്കാനുള്ള അനുമതി കൊടുത്തിരുന്നു. അപ്പം ആരാണത് കൊടുത്തത്? കേണൽ മൺറോയാണ് കേട്ടോ. കേണൽ മൺറോയാണ് കൊടുത്തതെന്ന് ആലോചിക്കുക. നമ്മുടെ മുണ്ടുടുക്കാനുള്ള അനുമതി കൊടുത്തത് മൺറോയാണെന്ന് ഓർത്തിരുന്നാൽ മതിയാകും. അപ്പോൾ ഏത് വിഭാഗക്കാർക്കാണ്? ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് മാത്രം ബ്ലൗസ് ധരിക്കാനുള്ള അനുവാദം നൽകിയതാണ് കേണൽ മൺറോ. പക്ഷേ അവർക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ലോർഡ് ഹാരിസ്, മദ്രാസിലെ ഗവർണറായ ലോർഡ് ഹാരിസിന്റെ ഇടപെടലോടുകൂടി ഇതിനൊരു അന്ത്യം വരികയാണ്. നമ്മുടെ മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് ഹാരിസിന്റെ ഇടപെടലോടുകൂടി ഈ ഒരു കാര്യത്തിന് ഒരു അന്ത്യം വരികയാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലോട് കൂടിയിട്ട് 1859 ജൂലൈ 26 തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മഹാരാജാവ് എന്ത് ചെയ്യുന്നുണ്ട്? മാറുമറയ്ക്കാനുള്ള അനുമതി നൽകിക്കൊണ്ട് വിളംബരം പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും കണ്ടുവരുന്ന ഡേറ്റ് ഇതാണ്. 1859 ജൂലൈ 26 1859 ജൂലൈ 26 ആരാണ്? നമ്മുടെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മഹാരാജാവാണ് മാറുമറയ്ക്കാനുള്ള വിളംബരം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഉത്രം ഫോർ വസ്ത്രം എന്നോർത്തിരുന്നാൽ മതി. ഉത്രം വസ്ത്രം. അപ്പോൾ വസ്ത്രം ധരിക്കാനുള്ള അനുവാദം നൽകിയത് നമ്മുടെ ഉത്രം തിരുനാൾ മഹാരാജാവാണെന്ന് ഓർത്തിരിക്കുക. ആ ഒരു ഡേറ്റ് 1859 ജൂലൈ 26 എന്നതും കൂടി ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചാന്നാർ റിവോൾട്ടുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കാനായിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം. ചാന്നാർ റിവോൾട്ട് ആദ്യകാലത്ത് അതിൻ്റെ തുടക്കം കുറിക്കുന്നത് 1822 അല്ലേ? ഏതൊരു കലാപവും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നതല്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ ഒരു സ്പാർക്ക് വീഴുന്നു. പിന്നീട് അതെന്ത് ചെയ്യുന്നു? ആ പ്രക്ഷോഭത്തിൻ്റെ പീക്കിലെത്തുമ്പോൾ അത് കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ചാന്നാർ കലാപത്തിന് തുടക്കം കുറിക്കുന്നത് 1822 പിന്നീട് അത് കൂടുതൽ അതിൻ്റെ പീക്ക് ലെവലിലോട്ട് എത്തുന്നത് 1859 ജനുവരി 4 ഇത് കൂടുതലായിട്ട് വ്യാപിക്കുന്നു. ചിന്നൻ നാടാരായിരുന്നു ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? മേൽമുണ്ട സമരം, മാറുമറയ്ക്കൽ സമരം, ശീലവഴക്ക്, മേൽശീല കലാപം തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ വേറെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാടാർ വിഭാഗക്കാരായിരുന്നു ഈ ചാന്നാർ എന്നുള്ള ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നത്. കൂടുതലും ഇത് നെയ്യാറ്റിങ്കര, തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്, ഇരണിയിൽ തുടങ്ങിയ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഒരു കലാപം അല്ലെങ്കിൽ റിവോൾട്ട് നടന്നത്. അതുപോലെ തന്നെ കേണൽ മൺറോ ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നവർക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊടുത്തത്, മാറുമറയ്ക്കാനായിട്ട് ബ്ലൗസ് ധരിക്കാനുള്ള അനുവാദം കൊടുത്തത് കേണൽ മൺറോയാണ്. പക്ഷെ ലോർഡ് ഹാരിസിന്റെ ഇടപെടലോടുകൂടി ഇതിനൊരു അവസാനം വരുന്നു. ലോർഡ് ഹാരിസ് മദ്രാസ് ഗവർണറായിരുന്നു. പിന്നീട് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മഹാരാജാവ് 1859 ജൂലൈ 26 മാറുമറയ്ക്കാനുള്ള വിളംബരം പ്രഖ്യാപിക്കുന്നു. അതോടുകൂടി ചാന്നാർ സമരത്തിന് ഒരു അവസാനം വരികയും എല്ലാ വിഭാഗക്കാരായ സ്ത്രീകൾക്കും മാറുമറയ്ക്കാനുള്ള അംഗീകാരം നൽകുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാന്നാർ റിവോൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ HSCക്ക് വേണ്ടിയിട്ട് മറ്റു പല ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓരോന്നും ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ HSCയുടെ PYQ ആയിക്കോട്ടെ, പെഡഗോജി മെത്തഡോളജി ക്ലാസ് ആയിക്കോട്ടെ, എല്ലാം ഓരോ സെഷനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് കോമൺ ആയിട്ടാണ് ചെയ്യുന്നത്. HSCക്കും അത് യൂസ്ഫുള്ളാണ്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.